എന്തുകൊണ്ട് CAA എന്ന് പറയുന്ന വിഷയം പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താൻ 2019 പ്രസംഗിച്ച വിഷയം പോട്ടെ, പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താൻ കോൺഗ്രസ് തയ്യാറായില്ല? BJP ഇന്ന് ഈ രാജ്യത്ത് കാണിക്കുന്ന വലിയ വർഗീയമായിട്ടുള്ള വിഭജനങ്ങളുണ്ട്. കഴിഞ്ഞ 10 വർഷം നരേന്ദ്രമോദി സർക്കാർ ഈ ഭാരതത്തിലെ 140 കോടി ജനങ്ങൾക്ക് ചെയ്ത മുഴുവൻ വികസന പ്രവർത്തനങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ്. ലഭിച്ച ഫണ്ട് MP ലാഡ്സ് സ്റ്റാറ്റിസ്റ്റിക്സിൽ പൂർത്തീകരിച്ചതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ 20 MP-മാരിൽ 19ാം സ്ഥാനത്താണ് ടി മുഹമ്മദ് ബഷീർ സാഹിബ് ഉള്ളത്. 21ാം സ്ഥാനത്താണ് MP അബ്ദുൾ സമദ് സമദാനി ഉള്ളത്. നിങ്ങൾ വികസനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ, ന്യൂനപക്ഷങ്ങളെ പറ്റിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നുള്ള ചോദ്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പാർലമെൻറ്റിലേക്കാണ്. അതിനകത്ത് പറയുമ്പോൾ മോഡി എന്നുള്ള പറയാൻ പോലും അവർക്ക് ഇപ്പോഴും പരിമിതികളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളം വിട്ടുകഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ത്രിവർണ്ണ പതാകയ്ക്ക് കൂടെയല്ലാതെ നിങ്ങളുടെ കൊടി ഉയരാൻ ഒരു ശേഷിയും ഒരു സംസ്ഥാനത്തും നിങ്ങൾക്കില്ല എന്ന്. ഒരുപാട് സഖാക്കന്മാരുണ്ട്. ആ സഖാക്കന്മാർക്ക് പോലും സീറ്റ് കൊടുക്കാതെ ഇവിടെ അംസക്ക്, ലീഗിൻ്റെ ബേസ്റ്റ് കോട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ അംസക്ക് കൊടുത്തത്. 2014 കൊല്ലത്ത് UDF പാർലമെൻറ്റിലേക്ക് സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ കോൺഗ്രസ്സിലോ അതുപോലെ തന്നെ മറ്റു മുന്നണികളോ ആളുകളില്ലാഞ്ഞിട്ടല്ലോ NK പ്രേമചന്ദ്രനെ ഇരുട്ടി വിളക്കുമ്പോൾ UDF-ൻ്റെ സ്ഥാനാർത്ഥിയാക്കി മാറ്റുന്നത്. പ്രകടന പത്രികയിലത്തെ വാഗ്ദാനങ്ങളായിരുന്നു ഈ പറഞ്ഞ രാമക്ഷേത്രം നിർമ്മിക്കും. ഒരു രക്തചൊരിച്ചില്ലാതെയാണ്. 126 കേസ് മാത്രമാണ് പിൻവലിച്ചത്. ആ 126 കേസ് പിൻവലിച്ചത് അല്ല ഒറ്റ മിനിറ്റ് പുതിയ വിഷയത്തിൽ ഇല്ല ഒരു മിനിറ്റ്